കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ അരയും ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് കണ്ടകശനിയാണ്. 7-ൽ ശനി നിൽക്കുന്ന കാലം, 4-ൽ ശനി നിൽക്കുന്ന കാലമൊക്കെ കണ്ടകനാണ്. അപ്പോൾ കണ്ടകശനിയാണെങ്കിൽ അവർക്ക് 10-ൽ നമുക്ക് ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 10-ലെ വ്യാഴത്തിൻ്റെ ഒരു ഗുണം കൊണ്ടും പിന്നെ ശനി 7-ൽ നിന്നാലും പേടിക്കേണ്ടതില്ല. അത് വ്യാഴക്ഷേത്രത്തിലാണ്, കർമ്മത്തിലാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. കർമ്മഭാവം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോവുക. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇപ്പോഴും പറയുന്ന ഭാവമാണത്. എന്താ വെച്ചാൽ കർമ്മത്തിൽ നമ്മളെ ഒരു മടിയില്ലാതെ നമുക്ക് അലസത ധാരാളം ഉണ്ടാക്കുകയും അപ്പോൾ ആ അലസതയും മടിയൊക്കെ മാറ്റി നമ്മൾ മുന്നോട്ട് ഓടണം. അപ്പം മാത്രമാണ് നമുക്ക് അവിടെ പിടിച്ചു നിർത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങൾ തന്നെ ധാരാളം വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ ഒരു ഏഴരശനി കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ നമുക്കൊരു സ്ഥലം മേടിക്കാം, വീട് പണിയാം, അഡ്വാൻസ് ചെയ്യാം, അതൊക്കെ നമുക്ക് നടക്കും. പക്ഷെ വർക്കിൻ്റെ ഭാവത്തിൽ നമുക്ക് കുറയ്ക്കണം, നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കണം. അതൊക്കെ ശനിക്ക് ഭയങ്കര ദോഷത്തെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകണം, അവിടെ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. വ്യാഴക്ഷേത്രത്തിൽ പോകണം, അവിടെ സഹസ്രനാമോ അല്ലെങ്കിൽ ഭഗവാൻ ഇങ്ങനെ പായസം, നെയ്യ്, വിഷ്ണുവിന് എപ്പോഴും നെയ്യാണ് നമ്മൾ സമർപ്പിക്കുക, പറ്റത്തക്ക വഴിപാട്. പിന്നെ അത്ര ദുരിതങ്ങളായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു മഞ്ഞപ്പട്ട് മേടിക്കുക, അതിലൊരു കാമധേനുവിൻ്റെ ഒരു പ്രതിമ കിട്ടും ചെറുത്, വെള്ളിയുടെ മേടിക്കുക, അതിലൊരു പിടിപ്പണം വെച്ച് 7 പ്രാവശ്യം നമ്മളെ ചുറ്റി ആ മഞ്ഞപ്പട്ടിൽ വെച്ച് അത് സമർപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ദുരിതങ്ങൾ നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ശൈലിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഒരു അനുഷ്ഠാനം പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റമാണ്. അപ്പോൾ വീട്ടിലാണെങ്കിലും വിളക്ക് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വീട്ടിലെല്ലാവരും ഒരുമയോട് കൂടിയിരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ വർഷം സാധിക്കുന്നതാണ്.